റിയാസിലേക്ക് പോവുകയാണ്. റിയാസ്, വടകരയിൽ ഷാഫി പറമ്പിൽ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. അതേസമയം കെ സുരേന്ദ്രൻ എപ്പോഴാണ് പത്രിക സമർപ്പിക്കുന്നത്? സമർപ്പണം കഴിഞ്ഞോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഭദ്ര, ഷാഫി പറമ്പിലെ പത്രികാ സമർപ്പണം പൂർത്തിയായി. 3 സെറ്റ് പത്രികകളാണ് ഷാഫി പറമ്പിൽ നൽകിയത്. മുതിർന്ന നേതാക്കൾക്കൊപ്പം എത്തിയാണ് അദ്ദേഹം പത്രിക സമർപ്പിച്ചത്. വടകര ഉപവരണാധികാരി പി അൻവർ സാദത്ത് മുൻപാകെയാണ് അദ്ദേഹം പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. എന്തായാലും അതിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്. അല്പസമയത്തിനകം ഷാഫി പുറത്തേക്ക് ഇറങ്ങും, മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും മുതിർന്ന നേതാക്കളായിട്ടുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഒപ്പം കെ രമ MLA, എൻ വേണു, ഒപ്പം തന്നെ അച്ചു ഉമ്മൻ അടക്കമുള്ള നേതാക്കളെല്ലാം തന്നെ ഷാഫിയോടൊപ്പം ഉണ്ടായിരുന്നു. വടകര പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും റോഡ് ഷോ ആയാണ് അദ്ദേഹം എത്തിയത്. വലിയ ഒരു പ്രവർത്തകരുടെ പങ്കാളിത്തം തന്നെ ഈ റോഡ് ഷോയിൽ ഉണ്ടായിരുന്നു. ആവേശം വിതറിയാണ് ഷാഫി ഇവിടത്തേക്ക് എത്തിയത്. തുടർന്നാണ് അദ്ദേഹം പത്രിക സമർപ്പിച്ചത്. റിയാസ്, ഈ കെ സുരേന്ദ്രന്റേത് അറിയാൻ സാധിക്കുന്നുണ്ടോ? നാട്ടിൽ കെ സുരേന്ദ്രന്റെ പത്രികാ സമർപ്പണം നടന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹം സ്മൃതി ഇറാനിയുടെ നേതൃത്വത്തിൽ റോഡ് ഷോയാണ് അദ്ദേഹം എത്തിയത്. ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പത്രികാ സമർപ്പണവും നടന്നിരുന്നു. രാഹുൽ ഗാന്ധി റോഡ് ഷോയാണ് ഇന്നലെ വയനാട്ടിൽ എത്തിയത്. വലിയ ജനപങ്കാളിത്തമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ സമാനമായ രീതിയിൽ റോഡ് ഷോ സംഘടിപ്പിച്ചുകൊണ്ട് BJPക്ക് കഴിയുന്ന തരത്തിലുള്ള ശക്തി പ്രകടനം നടത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇന്നിപ്പോൾ പത്രിക സമർപ്പിക്കാൻ എത്തിയിരിക്കുന്നത്.